നമസ്കാരം. ബംഗളൂരുവിൽ അനധികൃതമായി താമസിച്ചിരുന്ന 2 ബംഗ്ലാദേശി പൗരന്മാരെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയ ഡോക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ നഗേന്ദ്രയ്ക്കെതിരെ കേസെടുത്ത് പോലീസിന്റെ വിചിത്ര നടപടി. കേസ് പരിഗണനയ്ക്കെത്തിയപ്പോൾ ബംഗളൂരു പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും കർണാടക ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞു. പ്രീണന രാഷ്ട്രീയത്തിൽ നിന്ന് പോലീസും സർക്കാരും പിന്മാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഡോക്ടർ നാഗേന്ദ്രയ്ക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത 2 ക്രിമിനൽ കേസുകളുടെയും തുടർ നടപടികൾ ജസ്റ്റിസ് എം നാഗപ്രസന്ന സ്റ്റേ ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ പോലീസിനോട് പറയൂ, മറ്റനാവശ്യക സംസാരങ്ങൾ നിർത്തൂ, ആഭ്യന്തര വകുപ്പ് ഇവിടെ എന്താണ് ചെയ്യുന്നത്, വെറുതെ പ്രസംഗങ്ങൾ മാത്രം നടത്തി സമയം കളയുകയാണോ എന്നും ജസ്റ്റിസ് നാഗപ്രസന്ന രൂക്ഷമായി ചോദിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പോലീസ് നടപടിയെടുക്കാതിരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടി സ്വന്തം നാട്ടിലെ ജനങ്ങൾക്കെതിരെ പോലീസ് പ്രവർത്തിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യമാണെന്നും ഇത്തരം കാര്യങ്ങളെ വ്യവസ്ഥിതി പിന്തുണയ്ക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ബെള്ളന്തൂർ സായി ക്ലിനിക്കിലെ ഡോക്ടറായ നാഗേന്ദ്ര ജൂലൈ 22-നാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശി ദമ്പതികളെക്കുറിച്ച് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ വിവരം അറിയിക്കുന്നത്. എന്നാൽ വിവരം നൽകി 15 മിനിറ്റിനുള്ളിൽ പരാതിക്കാരനായ ഡോക്ടർക്കെതിരെ ഈ ബംഗ്ലാദേശി ദമ്പതികൾ പരാതി നൽകുകയും തുടർന്ന് പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ജൂലൈ 23-ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. തൊട്ടടുത്ത ദിവസം ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. വൈറ്റ്ഫീൽഡിൽ താമസിച്ചിരുന്ന നസീർന, മുഹമ്മദ് ബിലാൽ എന്നീ ബംഗ്ലാദേശി ദമ്പതികളെ മർദ്ദിച്ചു, അധിക്ഷേപിച്ചു, ഭീഷണിപ്പെടുത്തി എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തത്. എന്നാൽ ഇവർ നേരത്തെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരാണെന്നും വീണ്ടും അനധികൃതമായി രാജ്യത്തേക്ക് കടന്നതാണെന്ന് കാണിച്ച് ഡോക്ടർ നാഗേന്ദ്ര മുൻപൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. പരാതിക്കാരായ ദമ്പതികൾ ബംഗ്ലാദേശികളാണെന്ന് പിന്നീട് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസ് പരിഗണിച്ച ഹൈക്കോടതി ബംഗളൂരു പോലീസിന്റെ നടപടികൾ നിയമ സംവിധാനത്തിന്റെ നഗ്നമായ ദുരുപയോഗമാണെന്ന് വിലയിരുത്തി. ജസ്റ്റിസ് നാഗപ്രസന്ന പോലീസിന്റെയും സർക്കാരിന്റെയും ഇരട്ടത്താപ്പിനെ പൂർണ്ണമായി തുറന്നുകാട്ടി. വ്യാജ ആരോപണങ്ങൾ ആദ്യം പരിശോധിക്കുന്നതിന് പകരം പരാതിക്കാരനായ പൗരനെതിരെ തന്നെ ക്രിമിനൽ കേസെടുത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. അടുത്ത വാദം കേൾക്കുന്നതുവരെ ഡോക്ടർ നാഗേന്ദ്രയ്ക്കെതിരായ തുടർ നടപടികൾ കോടതി സ്റ്റേ ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെക്കുറിച്ച് വിവരം നൽകുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആരാണ് മുന്നോട്ട് വരിക? വിവരം അറിയിച്ചാൽ തങ്ങൾ തന്നെ അറസ്റ്റിലാകുമെന്ന അവസ്ഥ വന്നാൽ പിന്നെ ഏത് പൗരനാണ് ജാഗ്രത പുലർത്താനും ഇത്തരം റിസ്കുകൾ ഏറ്റെടുക്കാനും തയ്യാറാകുന്നത്? പരാതിക്കാരി ബംഗ്ലാദേശിയാണെന്ന് കേസ് ഡയറിയിൽ വ്യക്തമായിരുന്നിട്ടും പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടോ പരിക്കേറ്റതിന്റെ തെളിവോ ഇല്ലാതെ ഡോക്ടറെ അറസ്റ്റ് ചെയ്തതിനെ കോടതി ചോദ്യം ചെയ്തു. 11:30 പ്രതി ബംഗ്ലാദേശിയാണെന്ന് കണ്ടെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ 11:45 അതേ ബംഗ്ലാദേശിയുടെ പരാതിയിൽ കേസെടുക്കുന്നു. ഇതിനും വലിയൊരു അബ്യൂസ് ഓഫ് പ്രോസസ് അഥവാ നിയമ ദുരുപയോഗം വേറെയുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അനധികൃത കുടിയേറ്റം തടയാൻ പോലീസിനോട് പറയൂ, അനാവശ്യ പ്രസംഗങ്ങൾ നിർത്തൂ, ആഭ്യന്തര വകുപ്പിയുടെ എന്താണ് ചെയ്യുന്നത്, ഈ രീതിയിലാണ് കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്നതെങ്കിൽ ഇവർ ഇവിടെ തന്നെ തുടരുക തന്നെ ചെയ്യും, എന്തിനാണ് ഈ പ്രീണനമെന്ന് സർക്കാരിനെ പരസ്യമായി കോടതി വിമർശിച്ചു. ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്ന രീതിയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് അനുകൂലമായി സ്വന്തം നാട്ടിലെ പൗരന്മാർക്കെതിരെ പ്രവർത്തിക്കുന്ന പോലീസ് നടപടി വ്യവസ്ഥിതിക്ക് വലിയ ഭീഷണിയാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. കോടതി നിലപാട് കടുപ്പിച്ചതോടെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിലപാട് മാറ്റി. പരാതിക്കാർ ബംഗ്ലാദേശികളാണെന്ന് തങ്ങളും സമ്മതിക്കുന്നുവെന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് തടങ്കൽ പാളയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും FRRO വഴി നാടുകടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. കുറച്ച് പണത്തിന് വേണ്ടി ദേശീയ സുരക്ഷ അവഗണിച്ച് അനധികൃത കുടിയേറ്റക്കാർക്ക് വീട് വാടകയ്ക്ക് നൽകുന്ന സ്വദേശികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. അനധികൃതമായി താമസിക്കുന്ന വിദേശികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പൗരന്മാർക്കെതിരെ FIR എടുത്ത് വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ട കോടതി കേസിൽ അടുത്തഘട്ട നടപടികൾ ഓഗസ്റ്റ് 6-ലേക്ക് മാറ്റി. ഇതിനിടയിൽ FRROയോട് കേസിൽ കക്ഷി ചേരാനും ഇവരുടെ നിലവിലെ വിവരങ്ങൾ കോടതി അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.